നടി മല്ലിക സുകുമാരൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം മാം. നമസ്കാരം. ഇപ്പോൾ അമ്മാ സംഘടനയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ രാജി എന്നത് മറ്റൊരു കാര്യം. എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അല്ല മോളെ, ഈ വിവാദം കൊടുമ്പിരി കൊള്ളിച്ചാരാ? അതാണല്ലോ ആദ്യം അറിയേണ്ടത്. വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളിക്കാനായിട്ട് അവിടെ മര്യാദയ്ക്ക് നിൽക്കുന്ന നടീനടന്മാർക്കൊന്നും പങ്കില്ല. ഇപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കയറി ഇരുന്നവര് തന്നെ കഥകൾ ഉണ്ടാക്കുക, വിവാദങ്ങൾ ഉണ്ടാക്കുക, പിന്നെ ക്ലർക്കിനെ പറഞ്ഞു വിടുക, സെക്യൂരിറ്റിയെ വിരട്ടുക, ഇതൊക്കെ ചോദിക്കാനാണ് ഇന്നലത്തെ ഒരു മീറ്റിംഗ്. പിന്നെ കൂടാതെ നമ്മുടെ ഗവൺമെന്റ് ഇത്രയും നല്ലൊരു സംഭവം ഒരു ഇൻഡസ്ട്രി ആയിട്ട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതിനെ ചുറ്റിപ്പറ്റി അമ്മയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ളൊരു, ഞാൻ അതിൻ്റെതായ എല്ലാ പോയിന്റ്സും മനസ്സിലാക്കിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഞാൻ 5-5.5 മണിക്കൂർ കാറിലിരുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ വരണോ? അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കാണാം അതൊന്നും നടക്കുന്നില്ല, അതൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ചോദിച്ചു വിവാദങ്ങൾ തുടങ്ങുന്നത് എന്റെ പേരും പറഞ്ഞാണ്. നിങ്ങളടക്കം കാണിച്ചതല്ലേ മല്ലിക സുകുമാരൻ, ലൂസ് ടോക്കർ, കുക്കു പരമേശ്വരൻ. അന്ന് ഞാനൊരു വിശദീകരണം ചോദിച്ചപ്പോ ഇന്നലെ അവിടെ കിടന്ന് തുള്ളിയ പെണ്ണുങ്ങളെ ഒന്നും കണ്ടില്ലല്ലോ. എന്നാ 10-70 വയസ്സായ ഒരു വയസ്സായ അവരെ പറ്റി കുക്കു അത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാൻ ആരെയും കണ്ടില്ല, അല്ലേ? പോട്ടെ, അത് വിട്ടുള്ളത്. അപ്പൊ എനിക്കത് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ പുറകെ പോയില്ല. ഇല്ലെങ്കിൽ ഒരു ഡിഫമേഷൻ കേസൊക്കെ കൊടുത്ത് നമുക്കും കുറെ കാലം ഇങ്ങനെ കൊണ്ട് നടക്കായിരുന്നു. പോട്ടെ, അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ അവിടെ ചെന്നപ്പോ ഇതൊന്നും ഉത്തരം പറയാതെ കാലത്തെ 10 മണി മുതൽ വൈകിട്ട് 4:30 മണി വരെ ഏതോ ഒരു കണക്ക്, അതും ഞങ്ങൾക്ക് ആർക്കും അറിയാൻ വയ്യാത്ത കണക്കുകളുടെ കഥ പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ തള്ളി നീക്കുന്നു. ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടവര് അവിടെ കസേരെ കൈയും കെട്ടി ഇരിപ്പുണ്ട് സ്റ്റേജില്. സെക്രട്ടറി മിണ്ടുന്നില്ല, ട്രഷറർ വന്നിട്ട് പറയുന്നു ഇങ്ങനെയാണ്. എന്നോട് ഞാൻ ഒളിച്ചിട്ട് പോയതൊന്നും അല്ല, ഞാൻ പലരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പലരും എനിക്ക് ഗ്രൂപ്പിലെ മെസ്സേജുകളെല്ലാം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ജനറൽ ബോഡിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വന്നു എന്ന് അദ്ദേഹം. ഇതൊന്നും നമുക്കറിയത്തില്ല. ഇതെല്ലാം കൂടെ അതിനകത്ത് പ്ലാൻ ചെയ്ത് ഓരോരുത്തരുണ്ടാക്കി ഈ സംഘടന ഈ പരുവാക്കി. എന്നെ പോലെ ഒരു സ്ത്രീക്ക് എന്നിട്ട് ഇപ്പൊ ചോദിക്കുന്നത് ആരോട് ചോദിച്ചിട്ട്, ചേച്ചി എന്റെ കയ്യിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ നിലവിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഒരു നടൻ വന്നിട്ട് പറഞ്ഞു അമ്മായിക്ക് എന്തിനാ, അല്ല കുറച്ചു നേരത്തേക്ക് മൈക്ക് എല്ലാം വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു എന്ന് പുള്ളി പറയുന്നില്ല. ഞാൻ ചോദിച്ചപ്പോഴും പുള്ളി തിരിച്ചുകൊണ്ടങ്ങ് പോയി. അറിയത്തില്ല. അപ്പൊ മൈക്ക് പോലും തന്നില്ല. അതിനെ പോട്ടെ, അതിപ്പോ ഞാൻ മൈക്ക് വേണമെന്ന് സാധ്യം പിടിച്ചിരുന്നെങ്കിൽ തന്നേനെയായിരിക്കും. അതൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതെനിക്കൊരു കാര്യം പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞാൽ തരും. നമ്മളൊരു വയസ്സായ അമ്മയല്ലേ, അത്രയെങ്കിലും ഒരു കൺസിഡറേഷൻ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. എന്തോ ഏതായാലും അവിടെ അതൊന്നും ചോദിക്കാനോ പറയാനോ സമ്മതിക്കുന്നില്ല. അതേസമയം മറുഭാഗം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി അനുസരിച്ച് വരുന്നവനും പോകുന്നവനും എല്ലാം സ്റ്റേജിൽ കയറാം. പെണ്ണുങ്ങളായാലും ശരി ആണുങ്ങളായാലും ശരി തോന്നുമ്പോ മൈക്ക് പിടിച്ച് വാങ്ങിക്കുക, സംസാരിക്കുക. ഇതാണോ ഒരു സംഘടനയുടെ ജനറൽ ബോഡി എന്ന് പറയുന്നത്? തീർച്ചയായും ഞങ്ങൾക്ക് ആർക്കറിയണം ഇത് പണ്ടത്തെ കണക്കിന്റെ കഥയൊക്കെ? അതൊക്കെ അന്നന്ന് വാങ്ങിച്ച് ചോദിച്ച് വ്യക്തമാക്കി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അംഗങ്ങളെ അറിയിക്കണമായിരുന്നു. ഇവരെങ്കിൽ ഇവരറിയിക്കണം, അല്ലെങ്കിൽ എന്നെ പറ്റി ഇല്ലാത്തത് പറയുന്നതെന്ന് പറഞ്ഞ് പ്രീവിയസ് കമ്മിറ്റി അറിയിക്കണം. ഇതൊന്നും ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലേ? എനിക്കറിയാനേ വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഇതിനല്ലല്ലോ ഇവിടെ വന്നത്. ഒന്ന് കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. എന്തായിരുന്നു അവിടെ സെക്യൂരിറ്റിയെ വിളിച്ചുകൊണ്ടുപോയി ഫ്ലാറ്റിൽ കൊണ്ടുപോയി ആഹാരം കൊടുത്തെന്നും ക്യാമറയിൽ ഷൂട്ട് ചെയ്തും പറയുന്ന സംഭവം ശരിയാണോ? പിന്നെ ആ ക്ലർക്കിനെ പറഞ്ഞു വിട്ട് ആ കുട്ടിയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. വ്യക്തമായ വോയിസ് മെസ്സേജ് അതിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, സെക്രട്ടറി അടക്കമുള്ളവരുടെ. ഇത് ശരിയാണോ ആ കൊച്ചു പറയുന്നത്? അതെ. അപ്പൊ ഒന്നിനും ഉത്തരവില്ല. വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞു പോവുക. അങ്ങനെ ഒരു വൃത്തികെട്ട ചുറ്റുപാടിന് മറ്റുള്ളവരെ പോലെ എന്തെങ്കിലും ഒക്കെ ഒളിക്കാനും മറയ്ക്കാനും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ കൂട്ടു നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. എനിക്കത് ബുദ്ധിമുട്ടാണ്. ചെറുപ്പക്കാർക്ക് പറ്റുമായിരിക്കും, അവർക്ക് കുറെ കൂടെ ക്ഷമയുണ്ടായിരിക്കാം. ഞങ്ങളൊക്കെ വയസ്സായ ജനറേഷനുള്ളവരാണ്. ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ സിനിമയിൽ വന്നതും ഞങ്ങളോട് സഹകരിച്ചതും മറ്റുള്ളവരുമായിട്ട് ഞങ്ങൾ ബഹുമാനപരത്തെ. ഇപ്പൊ സീനിയർ നടന്മാര് ഇന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രഗത്ഭരായ 2 സൂപ്പർ സ്റ്റാർസിനടക്കം നമ്മള് പ്രായം കൊണ്ട് അവരിലൊക്കെ ഒത്തിരി മൂത്തതാണെങ്കിൽ പോലും ഞാൻ ബഹുമാനത്തോടുകൂടിയേ എനിക്ക് അവരെ പറ്റി ഒന്നും പറയാനില്ല. അന്നും ഇന്നും എന്നും ബഹുമാനമാണ്. പക്ഷേ അവരുടെ പേരും കൂടെ കളയുന്ന രീതിയിൽ ഈ സംഘടനയിൽ കയറിയിരുന്ന ആരും ഭരിക്കരുത്, ഇറങ്ങി പോകുന്നത് തന്നെയല്ലേ നല്ലത് എന്നൊക്കെ വിചാരിച്ച് 1-2 പേരുടെ കാര്യം പറയാൻ പോയതാ. അപ്പൊ ശ്വേതാ മേനോനെതിരെ മാത്രം ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. 7 മണിക്കൂറാണ് ആ സ്ത്രീ നിന്നോണ്ട് സംസാരിച്ചത്.
നിങ്ങൾ ആലോചിക്കാൻ പറ്റുമോ? ശ്വേത ആക്ച്വലി ആ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത് 7 മണിക്കൂർ. അപ്പോ ശ്വേതയ്ക്ക് പറ്റിയ തെറ്റ്, ശ്വേത ആവശ്യമില്ലാതെ പലരെയും വിശ്വസിച്ചു, ചോദിക്കേണ്ട സമയത്ത് പലതും സ്ട്രിക്റ്റ് ആയിട്ട് ചോദിച്ചില്ല എന്നുള്ളത് അമിത വിശ്വാസത്തിലുണ്ടായ ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ഇടയ്ക്ക് ശ്വേത പറഞ്ഞു അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവസാനമൊക്കെ ചോദിക്കുന്നതൊക്കെ കേട്ടു. ഏതായാലും ശരി, അതിന്റെ കൂടെ ഈ തെറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആരുമില്ല. എങ്ങനെ ഈ മെസ്സേജ് അങ്ങോട്ട് പോയി, എങ്ങനെ ഇങ്ങോട്ട് പോയി, ഇതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല. പിന്നെ ഏറ്റവും ആരോപണം ഉന്നയിച്ചത് ലക്ഷ്മിപ്രിയയെ പറ്റിയാണ്. ആ കുട്ടിക്കൊരു വിശദീകരണം കൊടുക്കാൻ സമയം കൊടുക്കണ്ടേ? എന്തോട്ടെ, അവരാരും ശരിയെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അവരുടെയൊക്കെ സംസാരം കേട്ടാൽ ശരിയാണ്, എല്ലാവർക്കും ദേഷ്യം വരും. പക്ഷേ ഞാൻ പറയുന്നത്, ഈ ഒരാൾക്ക് കൊടുക്കാമെങ്കിൽ മറുഭാഗത്ത് അവർ ആർക്കെതിരെ കേസ് കൊടുത്തു, അവരുടെ വിശദീകരണം നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരല്ലേ? മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ തടയുന്നു. എന്തൊക്കെയോ ശ്വേതയ്ക്ക് അനുകൂലമായിട്ട് 2 വാക്ക് പറയാമെന്ന് പറയുന്നവർക്ക് മയക്ക് കൊടുക്കത്തില്ല. എന്തോ ഒരു ചെറിയ ഒരു നാടകം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. ഞാന് അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് മൊത്തത്തിൽ അവിടെ ഇപ്പം ഒന്നും നടക്കുന്നില്ല. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയും പിടിയും പരദൂഷണമല്ലാതെ എന്തിനാണ് ഈ രാജിക്ക് ശേഷം അവിടെ നിന്നുള്ള മുതിർന്ന താരങ്ങൾ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? എന്നെയോ? അതെ. അയ്യോ ഇല്ല ഇല്ല, അങ്ങനൊന്നും ഞാൻ അവരെ വിളിക്കും സത്യം ചെയ്യാറില്ല. അവരാരെ എന്നെ ഒരു കാര്യത്തിന് വിളിച്ചിട്ടില്ലല്ലോ. അല്ല, അങ്ങനെയാണെ വിളിക്കേണ്ട സംഭവങ്ങളിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പൊ വിളിച്ചിട്ടില്ലല്ലോ. ശരിക്കും ഈ കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ഒരു നേതൃത്വം അല്ല, അങ്ങനെ ഒരു കാര്യം വരുത്തി തീർക്കാനായിരുന്നു അവിടെയുള്ളവരുടെ ശ്രമം. അല്ല, എന്തോ അവര് പറയുന്ന കുറച്ച് ആൾക്കാർ, ഈ ഒപ്പം തുള്ളുന്ന കുറെ ആൾക്കാരെ വെച്ചിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ആരൊക്കെയോ ഒരാഗ്രഹമുണ്ട്, ശ്രമമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെന്തെങ്കിലും ആയിക്കൊണ്ടോട്ടെ. അതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും വരാനില്ല. ഞാൻ സങ്കടപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായും ഒരു സംശയം കൂടെ മാം, ഇപ്പോൾ ഈ താരസംഘടനയിലെ പുതിയ സംഭവവികാസങ്ങൾ ശരിക്കും സിനിമ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സൂപ്പർ താരങ്ങളുടെ നേരിട്ടുള്ള ഭരണത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്താനുള്ള ഒരു രീതിയായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു കാര്യം പറയട്ടെ, 10 പൈസ അവിടെ ഉണ്ടാക്കണമെങ്കിൽ ഈ സൂപ്പർ താരങ്ങൾ എന്ന് പറഞ്ഞ 2 പേരും മുൻകൈ എടുത്ത് നിന്നെങ്കിലേ പറ്റൂ. ഇവിടെ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ കമ്മിറ്റിക്കാർ സ്റ്റേജ് ഷോ നടത്തിയാല് 10 കോടി രൂപ കിട്ടുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ കേക്കട്ടെ. അപ്പൊ ഇവരുടെ ഗ്ലാമറിലാണ്, ആ നിഴലിലാണ് ഇവരൊക്കെ നിന്ന് ഈ കിടന്ന് ചാടി കളിക്കുന്നത്. അവരാരും അറിയുന്ന പോലുമില്ല. അവരുടെയൊക്കെ പേരുകൾ പലയിടത്തും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വിളിച്ചിരുന്നു, അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ പറയുന്നെങ്കിലും അവരോടൊക്കെ ചോദിച്ചിട്ടുള്ളത് ഈശ്വരനെ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇതിന്റെ പേരിൽ ഈ ഗ്ലാമറിൽ പിന്നെ ഇപ്പൊ നടക്കുന്ന അമ്മ ഓഫീസ് പോലും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഇന്നലെ അവിടെ ഒരു കുട്ടി എഴുതാൻ മായാ വിശ്വനാഥ് ഒരു മൈക്ക് പിടിച്ചു വാങ്ങിച്ചു. ആ കുട്ടി അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നും അല്ലല്ലോ. പിടിച്ചു വാങ്ങിച്ച് ആരാണ്ടെയൊക്കെ ചിനിയെ ചീത്ത വിളിക്കുന്നു. തിരിച്ചിറങ്ങി കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് പിന്നെ നീനാക്കുറിപ്പും അവരും കൂടെ ലക്ഷ്മിപ്രിയയെ ചീത്ത വിളിക്കുന്നു. ഇതെല്ലാം ഭയങ്കര ചീത്ത വിളി. അപ്പൊ ഇത്രയും സ്വാതന്ത്ര്യം ആര് കൊടുത്തു അവിടെ? പിന്നെ ഞങ്ങളുടെ എന്നൊക്കെ മൈക്ക് വാങ്ങിച്ചെന്തിനാ? ഞങ്ങൾക്ക് കയറി ഉടനെ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആരും എന്നെ തടുക്കാനൊന്നും പോകുന്നില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. പക്ഷേ അപ്പൊ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ സെക്രട്ടറി പറഞ്ഞത് മായാ വിശ്വനാഥ് രാജധാനിയിൽ വരുന്നു, ചായ ഉണ്ടാക്കി വെക്കാൻ നീനാക്കുറിപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിലെന്തോ സത്യം ഉണ്ടെന്ന് സാധാരണക്കാരന് തോന്നൂല. വല്ല കാര്യമുണ്ടോ ഇതൊക്കെ അവിടെ കാണിച്ചിട്ട്? തീർച്ചയായും മാം ഒന്ന് തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം നടി മാലാ തുടരാൻ വയ്യ. 3-4 ചാനലായിപ്പോഴേ എനിക്ക് അങ്ങനെ പറയാനുള്ളൊരു ആരോഗ്യം ഇല്ല. ഇപ്പം ഞാൻ എന്താ പറഞ്ഞോ? ശരി, തീർച്ചയായും വളരെയധികം നന്ദി മാം ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഇപ്പോൾ നടി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.